നോയമ്പുണ്ടോന്നേ അമ്മാണിയമ്മയ്ക്ക് നോയമ്പുണ്ടോ? വേണോ? ഇല്ല. ജിന്നുനുണ്ടോ? ഞാൻ എടുത്തില്ല. ആർക്കും നോയമ്പില്ല നമ്മുടെ ഗ്രൂപ്പിൽ. ബിന്ദുവിനുണ്ടോ? അറിയത്തില്ല. നമ്മുടെ സെക്രട്ടറിക്ക് ഇതും എല്ലാ വട്ടവും നോയമ്പ് എടുക്കുന്നത് ആണല്ലേ. പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ എടുക്കണം അല്ലേ? പ്രസിഡന്റ് നോയമ്പ് എടുത്ത് അങ്ങ് പോയിരിക്കുക. ആ സെക്രട്ടറി എടുക്കുമായിരിക്കും. വൈകിട്ട് എല്ലാ വട്ടം എടുക്കുമ്പോൾ ഈ വട്ടം എടുക്കാതിരിക്കുമോ? അതന്നെ. എന്നാ എന്റെ കുറ്റം പറയായിരുന്നു. ഞാൻ പിന്നെ നോയമ്പുണ്ടോന്ന് ചോദിക്കാന്ന് കേട്ടോ. നോയമ്പ് പിന്നെ കുടുംബത്തിൽ എല്ലാരും പൈസ അടയ്ക്കാൻ വേണ്ടി നോയമ്പ് എടുക്കണം. അത് നിങ്ങളെ എടുക്കണ്ടേ? അംഗങ്ങൾ പൈസ അടയ്ക്കണമെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റും കൂടെ വഴിപാട് ശയനപ്രദക്ഷിണ അല്ലേ? അതുണ്ടോ ചേച്ചി? എല്ലാരും ലോൺ എനിക്ക് ലാഭമൊക്കെ വീതം വെക്കാൻ പറ്റത്തുള്ളൂ. അതന്നെ എല്ലാരും പൈസയും കൂടെ വരണം തോന്നുന്നുണ്ടല്ലേ? മുട്ട നീന്തിയാലും മതി. പള്ളി കൂടുതലും മുട്ട നീന്താ, അല്ലാതെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അല്ല ഞങ്ങളൊക്കെ പണ്ട് കുരിശുപുര പള്ളിയിലെല്ലാം ഉണ്ട്. ഞാൻ മുട്ട നീന്തുന്നേ കണ്ടിട്ടുണ്ട്. സെക്രട്ടറി മണപ്പാട്ടുപള്ളി പോകുന്നത് നല്ലതാ. ഞങ്ങളെല്ലാം നല്ലതാകാൻ വേണ്ടി ഇതുപോലെയൊക്കെ മടിയൊക്കെ മാറി എല്ലാരും ഒക്കെ കുടുംബശ്രീ വരാനും പിന്നെ ഇതുപോലെ കെട്ടിക്കിടക്കുന്ന പലിശയൊക്കെ തരാം. വഴിപാടൊന്നും കഴിക്കണ്ട. നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങളോട് പൈസ മേടിക്കണം. ഓട്ടോക്കാർക്ക് അറിയത്തില്ല, അതിനകത്ത് വല്ല ഒഴിച്ചെങ്കിലല്ലേ വണ്ടി ഓടുത്തുള്ളൂ. നമുക്കറിയാം വണ്ടി ഓടും അല്ലേ? ആര് സാധിച്ചു കിട്ടുവാൻ ഞങ്ങൾ ഒഴിച്ചു തരാം. എന്നാ വെച്ചിട്ട് കാപ്പി ഒക്കെ കാപ്പി ഇത്രയും നേരം വാജി അടിച്ചിട്ടല്ലേ? കാപ്പിക്ക് ഇച്ചിരി മധുര ഇട്ട് വിടും. പക്ഷേ കാപ്പി അനത്തുന്നുണ്ടോ ഇവിടെ? പിന്നെ കാപ്പി തങ്കമണി തരുന്നു. ഇന്നെന്നാ കാപ്പി തരാഞ്ഞേ? മധുര ഇല്ലാത്തതുണ്ടല്ലേ. എനിക്ക് കട്ടൻ മതി കേട്ടോ തങ്കമണി. ആർക്കും മധുരം ഇട്ടതും മധുരം ഇടാത്തതും കാപ്പിപ്പൊടിക്കും വില കൂടിയതുകൊണ്ടാണോ? മകളോട് എടുത്തിട്ട് വരാൻ പറ. നമ്മള് വിളിക്കാഞ്ഞില്ല. പുതിയ നൈറ്റിയൊക്കെ ഉണ്ടോ കാപ്പിപ്പൊടി? ഓണത്തിനുള്ള നൈറ്റി നേരത്തെ വാങ്ങിച്ചു. സുന്ദരിയാണല്ലോ നേരത്തെ എടുക്കുക. ആരെടുത്തുന്നാ? സുന്ദരിയാണല്ലോ. മധുരം കുറവുണ്ട്. കാപ്പി ഇങ്ങോട്ട് കൊടുക്കും. റീനായിട്ട് കാപ്പി കൊള്ളൂ. കവ് ചുമയാണോ? എന്നാ കാപ്പി കുടിക്കും. നോക്കട്ടെ കാപ്പി കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ. അമ്മയ്ക്ക് മധുരം ഇത് മധുരവാ. മധുരം കുറച്ച് അല്ലേ? ഷുഗറുണ്ടോ? കുറച്ചിട്ട് കൊടുത്താൽ അല്ല ഇന്ന് എന്ത് നല്ല കാപ്പി കിട്ടും. നല്ല നടത്തിയത് അങ്ങനെ പൂളക്കാപ്പി എടുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ മധുരമൊക്കെ ഉണ്ട്, നല്ല പൊടിയാണ്. അടുപ്പൊന്നും ഇല്ലാതെ അല്ലേ? നോക്കിയേ ഇവിടെ നോക്കി അങ്ങ് വരെ ആ റോഡിൽ കൂടെ പോകുന്നതിലെല്ലാം അടുപ്പവും കുറവാ. കാപ്പിയൊന്നും തരണോന്ന് മാത്രമേ അവർക്കുള്ളൂ. ആൾക്കാരെയും കാണാമെന്ന് പറ. പുത്തമ്പടിക്ക് മുഴുവൻ കാണാം. സരിതയുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാരും കാണണം. ഇങ്ങനെ കാറൊക്കെ കിടക്കുന്ന കാപ്പിയുടെ കുറ്റം പറയാൻ കാണാൻ വന്നതാണോ? നല്ല കാപ്പി എല്ലാഴ്ചയും കിട്ടുന്നത്. എന്നാലും തരുന്ന കുടിക്കാന്നുള്ളതല്ല. പെണ്ണുങ്ങളെയൊക്കെ ഒരു കാര്യം കുട്ടികൾ കുടിക്കാന്നുള്ളതല്ല. അവിടെയും കുറ്റം. നമുക്ക് എന്തെങ്കിലും പറയണ്ടല്ലേ? പറയുകയും കുടിക്കുകയും നല്ല അടുത്താഴ്ച ഇരുന്ന് നല്ല കാപ്പി കഴിച്ചില്ല. നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് ഒരു കുറവ്. ഞങ്ങൾ കുടിച്ചിട്ട് നല്ലതാണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാപ്പിപ്പൊടിക്ക് വില കൂടും തോന്നുന്നു. നിങ്ങൾക്ക് കടയിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കലക്കിയാൽ മതി. കടയിൽ നിന്ന് കലക്കിയാലും കടയിൽ കൊണ്ടുവയ്ക്കണമെങ്കിൽ പൈസ വേണ്ട. കാപ്പിക്ക് ഒരു കിലോയ്ക്ക് എത്ര രൂപയാ? 50. 100-65 രൂപ വിൽക്കുന്നത്. ഞാന് കാപ്പിക്കുരു 1 കിലോ മേടിച്ചപ്പോ 450 രൂപ. 72 അപ്പൊ ഞങ്ങളുടെ അടല്ലേ വിലക്കൊന്ന് കണ്ടുപിടിക്കും. എല്ലാത്തിനും വില കുറവാണ്. ഇങ്ങോട്ട് വരുന്നില്ല. 100 ഗ്രാമിന് 72 രൂപ. അതെവിടെ ചേച്ചി? ഈ പല്ലത്തിയോ? ആ കടയിലാണ്. അതിന്റെ സ്റ്റിക്കറാലും വില മേടിക്കും അല്ലേ? നല്ല കാപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു. വില കുറച്ചിട്ടുണ്ടെങ്കിൽ അല്ല ചേച്ചി കാപ്പിപ്പൊടിയൊക്കെ വില കുറച്ച്. ഞാൻ പഞ്ചസാര ഉദ്ദേശിച്ചു. പഞ്ചസാരയല്ല കാപ്പിപ്പൊടിയുടെ കാപ്പിപ്പൊടി ആ വിലയൊക്കെയാ. സ്റ്റോഴ്സിൽ പോയാൽ വില പഞ്ചസാരയ്ക്ക് 52 അല്ലേ? 52 രൂപ. 52 രൂപ. നമ്മൾ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്തിപ്പുറത്തെ എല്ലാം വന്നോ? ഒന്നുമില്ല, എല്ലാം തീർന്നു പോയി. പഞ്ചസാരയൊന്നും ഇല്ല. കുരുമുളകുണ്ട്.
അല്ല നമ്മുടെ ഓണക്കാരുടെ അടുത്ത് ചുമ കാപ്പി കുടിച്ചിട്ട് 2 കവർ കാപ്പിപ്പൊടി ഉണ്ട് കാക്കിലോടെ. ഉണ്ട്, 1/2 കിലോ ഉണ്ട്. ഈ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ഫ്രണ്ട് സജിയുടെ കിറ്റിൻ്റെ അകത്ത് കാപ്പിപ്പൊടി ഫ്രണ്ട് വെക്കും. കിറ്റിൻ്റെ അകത്ത് 1/2 കിലോ ഉണ്ടോ കാപ്പിപ്പൊടി? കാപ്പിപ്പൊടി 1/2 കിലോ, 5 കിലോ പഞ്ചസാര, എല്ലാ സാധനങ്ങളും. ഈ കാപ്പിപ്പൊടി മസാല വെളിച്ചെണ്ണ, മറ്റേ എണ്ണ വല്ലതും ഉണ്ടോ? പഞ്ചസാരയും കാപ്പിപ്പൊടി സോപ്പ് കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് പകരം ചെറുപയറും പരിപ്പും അതൊക്കെ കൂട്ടിയിട്ട് കൂടുതലാക്കി ഞാൻ എണ്ണം കൂട്ടി. മറ്റൊരു മുളക്, സേമിയ അല്ലേ, അത് എഴുതി ചേർത്തിട്ടുണ്ട്. ഓയിലാക്കും വേണ്ടെന്ന്. മറ്റേ സൺഫ്ലവറൊക്കെയാണ് ഇതാക്കി ഇഷ്ടം. പക്ഷെ ഓയിലാക്കും എനിക്ക് താല്പര്യമില്ല. അതെ, ഓയിൽ വേണ്ട. ഞങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചത്. അതിന് ഇതുകൂടെ വേണ്ടി വിളക്ക് കത്തിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ. കല്ല തൂക്കാനും പാമോയിൽ പണ്ട് കാലത്തെ നല്ല എണ്ണയാണ്. ഇതെന്നാ നിങ്ങൾക്കൊക്കെ അത് ഉപയോഗിച്ച എന്നാ കുഴപ്പം? പാമോയിൽ എന്നാ കുഴപ്പം? ഓ, അതിന് കൊഴുപ്പ് കൂടുതലാണ്. അതിന്റെ അടിയിൽ ഇങ്ങനെ കട്ട പോലെ നെയ്യ് പോലെ കിടക്കും. ഉപയോഗിക്കരുതെന്നാ പറയുന്നത്. അതല്ല കൂടുതലില്ലേ ഈ കൂനിനുറുമ്പുണ്ട്. വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാണ്ടല്ലോ. വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതാ കൂടുതലും പാമോരല്ല. നേരത്തെ വിളക്ക് കത്തിക്കാനൊക്കെ എടുക്കാറില്ല. ഞാൻ ദോശക്കല്ല തൂക്കാനൊക്കെയാ. അതിന് മാത്രമേ അതിനൊക്കെ എല്ലാവരും നല്ലെണ്ണയായിരുന്നു പണ്ടല്ലേ. പണ്ട് നല്ലെണ്ണയാണ്, ഇപ്പൊ ആരും നല്ലെണ്ണ മേടിച്ചു. വെളിച്ചെണ്ണ തന്നെ അങ്ങോട്ട് നോക്കും. ആവശ്യമുണ്ട്. ഈ ചക്ക വറക്കാനും കപ്പ വറക്കാനൊക്കെ നല്ല റൂയില്ല. പാമോര നല്ലത്. എന്നാൽ ഇപ്പൊ ആരും അങ്ങനെ ഞങ്ങൾക്ക് വെച്ചേക്കാൻ പറ്റുമോ? വെച്ചേക്കാൻ പറ്റും. അത് അന്നേരം തിന്നുമ്പോഴാണെങ്കിൽ നോക്കും. നമുക്ക് വെളിച്ചെണ്ണക്കകത്ത് ഓണത്തിന് കേട്ടോ. അതിന് അവർ 2 കിലോ എണ്ണ തരുന്നില്ല. ഞങ്ങളിപ്പോൾ പറയില്ല ഈ അടി. ഈ പ്രാവശ്യം വറക്കണം. നമ്മുടെ സദ്യക്ക് കൊച്ചുമോൾ ഉപ്പേരി കൊണ്ടുവന്ന് കേട്ടോ പറഞ്ഞത്. അവരവിടെ ഒരു കൊല നിൽപ്പുണ്ട്. അത് വെട്ടി ഓണസദ്യയുടെ ഓണസദ്യയുടെ പേര് അപ്പൊ കൊച്ചുമോള് കൊച്ചുമോടെ ഉപ്പേരി കേട്ടില്ല എല്ലാവരും. അവിടെ കൊലയുണ്ട്. അവിടെ കൊലയുണ്ട്. അവിടെ കൊലയുണ്ട്. ഏത് എന്താണ് ഇവിടെ കാവിൽ മൊത്തം വന്നാൽ കൊച്ചുമോള് എനിക്കൊന്നും അറിയത്തില്ല. കണ്ടവരൊക്കെ കൊണ്ടുവന്നോണം. നമുക്ക് ഉറപ്പാ അവിടെ കൊല അവിടെ ഉണ്ട്. ഉറപ്പ് കാര്യം അത് അല്ലേ. വാഴക്കൊലയല്ലേ? കൊച്ചുമോളായിട്ട് നമ്മള് തീരുമാനം എടുത്ത തീരുമാനത്തെ മാറ്റിയില്ല. കൊച്ചുമോളുടെ തീരുമാനം പാസ്സാക്കി വിട്ടു കേട്ടോ എല്ലാരും. എന്നായിരുന്നു എന്നാണെങ്കിലും ഡേറ്റ് ഒക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഞാൻ കാണാത്ത പോലെയൊക്കെയാണ് നിങ്ങൾ അവിടെ വന്ന് കണ്ടത്. നമ്മള് കഴിഞ്ഞ ദിവസം പോയപ്പോ കണ്ടില്ലേ? കണ്ടതാ ആ പറഞ്ഞു നിൽക്കുന്നല്ലേ മയിലാടിക്കാരുടെ. ഞാൻ ഒരെണ്ണം കണ്ടപ്പം പൊട്ടോടെ ഒടിഞ്ഞു കിടക്കണ വേണ്ട. അയ്യോ, കഴിഞ്ഞ ദിവസത്തില്ലേ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. കൊല ഇങ്ങനെ വെട്ടിക്കൊണ്ട് പോവാ. ഇങ്ങനെ കൊല ഇങ്ങനെ നിൽക്കുമല്ലേ. ഇവിടുന്ന് കൊല വെട്ടിക്കൊണ്ട് ഇത്രയും വെച്ച് വെട്ടിയിട്ടില്ലേ, അതിനകത്തൊരു ചുണ്ടിനകത്തൊരു കമ്പി കയറ്റിയിട്ട് ഒട്ടിച്ച് കഴിയുമ്പോ അതുപോലെ തന്നെ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല. ഞാൻ മലപ്പള്ളി വീട്ടില് 150 വാഴ ഏത്തവാഴ വെച്ചു. ഇതിനെ ഓണം അടുക്കാറായി. കൊല വെട്ടാൻ ചെന്നപ്പോ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഇവിടുന്നാ ചെല്ലുന്നു. കൊല വെട്ടാൻ ചെന്നപ്പോ ഒരു 10-15 കൊലയില്ല. വാഴ നിർത്തിയിട്ട് മണ്ടക്കൊന്ന് വെട്ടിക്കൊണ്ടങ്ങ് പോയി. ഇതും അങ്ങനല്ല, വാഴച്ചുണ്ട് കുത്തി വെക്കുക. വാഴച്ചുണ്ട് അപ്പൊ നിങ്ങള് ഉണ്ടായി വരുന്നവര് കായില്ലാതെ ചുണ്ടിങ്ങനെ ആദ്യം വരത്തില്ലേ, ആ ഇതുപോലെ തന്നെ വീഡിയോ ഉണ്ട്. ഞങ്ങള് ആരും കണ്ടത്. നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അല്ലേ. അപ്പൊ നമുക്ക് ഓണസദ്യ ഉണ്ട്, ഓണക്കാട്ടിന്റെ സാധനങ്ങള്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഒത്തിരി പേര് വരാനുണ്ട് അല്ലേ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.